നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഒരു സന്തോഷമായ ഒരു കാര്യം നിങ്ങളറിയിക്കാം. നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ, അതുകൊണ്ട് 3 മാസമൊക്കെ ആവണുള്ളൂ. പക്ഷേ ഒരു 13,000K സബ്സ്ക്രൈബർ ഇതിപ്പോൾ വീഡിയോ എടുക്കണമെങ്കിൽ മുമ്പാണ് ആയത്. പിന്നെ വീഡിയോസൊക്കെ എല്ലാം നല്ല ആൾക്കാർ കാണുന്നുണ്ട്, ഒരുപാട് സന്തോഷം. പിന്നെ ഞാൻ എൻ്റെ ഒരു സംസാരവും അല്ലെങ്കിൽ എൻ്റെ ആനയായിട്ടുള്ള ഇത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പം ഞാൻ ഇന്ന് പറയാമെന്ന് വിചാരിച്ച കാര്യം, എൻ്റെ സുഹൃത്തുക്കളായാലും കൂട്ടുകാർ അവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ബിനിച്ചേട്ടൻ നിങ്ങൾക്ക് ഇങ്ങനെ നമ്മളോട് ഇത്ര സ്നേഹവും അറ്റാച്ച്മെൻറ്റുള്ള ആനകളൊക്കെ ഇങ്ങനെ കിട്ടണം ചേട്ടാ, ഇത് ഇങ്ങനെ ഇത് സെലക്ട് ചെയ്ത് അഴിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. ഞാനങ്ങനെ ആനയുടെ ഒരു ഇതല്ല നോക്കുന്നത്, നമ്മളെ ഉടമസ്ഥൻ എങ്ങനെയുണ്ടെന്നാണ് നോക്കുന്നത്. ഞാൻ ആനയെ ചാർജ് എടുക്കുമ്പോൾ നമ്മളൊരു ഉടമസ്ഥൻ, അതായത് നമ്മളൊരു ജോലിക്ക് ഒരാളുടെ കൂടെ ജോലി ചെയ്യുമ്പോൾ ആ ഒരു ഉടമസ്ഥനും കൂടി നമ്മളെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് ഇത് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഏതൊരു ഉടമസ്ഥനായാലും അങ്ങനെ എല്ലാ ഉടമസ്ഥൻ മോശം എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ തെറ്റിദ്ധരിക്കുകയോ. എന്നാലും നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരുകളുടെ കൂടെ ജോലി ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പം അത് എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്ന മുതലാളിമാരൊക്കെ അങ്ങനത്തെ ആൾക്കാരാണ്. പ്രശ്നക്കാരൊന്നും എനിക്കങ്ങനെ അധികം കിട്ടിയിട്ടില്ല. എല്ലാം നമ്മളോട് നല്ല സഹകരണമുള്ള ആൾക്കാരാണ്. അപ്പം ഈ ആനകൾ എങ്ങനെയാണ് ബിനിച്ചേട്ടാ നിങ്ങൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾ ഈ ആനകളായിട്ട് ഇത്ര ബന്ധം വരുന്നത്, അല്ലെങ്കിൽ ആന എങ്ങനെ സ്നേഹിക്കാനുള്ളൊരു മനസ്സിലേക്ക് എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു എൻ്റെ പണി സീക്രട്ടല്ലേ, ഞാനതിങ്ങനെ മറ്റുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ എന്തിനാന്നൊക്കെ ആദ്യം ചിന്തിച്ചു. പിന്നെ എനിക്ക് തോന്നി, ഇപ്പോൾ പുതിയ പിള്ളേരുകളൊക്കെ ഒരുപാട് പണിക്ക് ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ ഓരോ ദിവസം ഓരോ പുരപ്പറമ്പിലും ഓരോ ആൾക്കാരെ കാണുന്നത്, പുതിയ ഒരുപാട് പിള്ളേരുകൾ വരുന്നുണ്ട്. അപ്പം കുറേ പിള്ളേർ എൻ്റെ വീഡിയോസുകളൊക്കെ കാണുന്നുണ്ട്, ആനക്കാരും കാണുന്നുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിപ്പോൾ ഞാൻ ഈ നന്ദനാനയല്ല ഉദ്ദേശിക്കുന്നത്, ഞാൻ ഒരുമാതിരിപ്പെട്ട ആനകളുടെ കാര്യങ്ങളൊക്കെ കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മളൊരു ആനയെ ചാർജ് എടുത്തു, കാര്യങ്ങൾ സംസാരിച്ചു, അത് കഴിഞ്ഞ് ആനയെ കെട്ടിയടിക്കുന്ന ഒരു പ്രോസസ്സിങ് ഉണ്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആനയെ നമ്മളായിട്ടൊരു ബന്ധം വന്നതിന് ശേഷം അതിൻ്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം അഴിച്ച് മാറ്റി കെട്ടി മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ബന്ധോസുകളൊക്കെ ഒഴിവാക്കി, അതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു. ബന്ധോസുകൾ എന്ന് പറഞ്ഞാൽ ചെങ്ങല കൂട്ടിക്കെട്ടി കൊണ്ട് നടക്കുന്ന പരിപാടികളൊക്കെ നമ്മൾ ഒഴിവാക്കും. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ട്രീറ്റ് കൊടുക്കും. അതുപോലെ തന്നെ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് ഓരോ ബൈ സ്റ്റെപ്പാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. ആദ്യത്തെ ഒരു കുറച്ച് ദിവസമൊക്കെ ആനോട് നമ്മളധികം നല്ല ഒച്ചയിൽ സംസാരിക്കും. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ആനയുടെ അടുത്ത് ഉണ്ടാവും, വീട്ടിലേക്ക് വരില്ല, ആനയായിട്ട് മാത്രം ആനയുടെ അടുത്ത് തന്നെ. അപ്പോൾ ആനയും നമ്മളായിട്ടൊരു ബന്ധം വരും. ആനയ്ക്ക് നേരത്തിന് ഭക്ഷണം നമ്മൾ കൊടുക്കണം, വെള്ളം കൊടുക്കണം, കഴുകണം, അതുപോലെ നടക്കാൻ പോകണം, പുല്ല് തിന്നാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ചങ്ങലകളൊക്കെ ഓരോന്നോരോന്ന് ഒഴിവാക്കും. പിന്നെ കിടത്തി കുളിപ്പിക്കുന്ന സമയത്ത് വടി കൊണ്ടുവന്ന് ആനയുടെ അടുത്ത് വെച്ച് കൊടുക്കും. ഇനി കാരണം വടി ആനകൾക്ക് പേടിയല്ലേ, അപ്പോൾ വടി ഇങ്ങനെ ചാരി വെച്ച് കൊടുക്കും. അതെന്തിനാ, ഇനി തല്ലില്ല, അപ്പോൾ ആന സമാധാനമായിട്ട് കിടന്നുറങ്ങും. അതായത് കിടക്കുന്ന ആനയെ തല്ലല്ലേ, കിടക്കുന്ന ആനയെ തല്ലി കഴിഞ്ഞാൽ നമ്മളോടുള്ള വിശ്വാസം നഷ്ടപ്പെടും. നമ്മൾ കാലം അങ്ങോട്ട് ഇങ്ങോട്ട് നീട്ടുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആനകൾ കിടന്ന് നല്ല ഉറക്കത്തിലായിരിക്കും. അത് കിടക്കണ വഴി കിടന്ന് കഴുകുമ്പോൾ നല്ല നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കല്ലേ, എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ ആ ഒരു സുഖത്തിൽ ഇങ്ങനെ കിടന്നുറങ്ങും. അപ്പോൾ ചിലപ്പോൾ കാലൊക്കെ നീട്ടി വെക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില പിള്ളേർ ഇങ്ങനെ നീട്ടാൻ പറഞ്ഞിട്ട് ഇങ്ങനെ അടിക്കും, അല്ലെങ്കിൽ വടി എടുത്ത് നിങ്ങൾ നീട്ടെന്ന് പറഞ്ഞിട്ട് നല്ല അടി കൊടുക്കും. അതുമാതിരി ഈ ബ്രഷിനൊക്കെ ഇങ്ങനെ തട്ടണം, അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ പരമാവധി ഒഴിവാക്കുക. കാരണം കിടന്ന ആനകൾ മനസ്സമാധാനമായിട്ട് ഉറങ്ങാതിരിക്കും. ആ സമയത്ത് അവരെ ശല്യപ്പെടുത്താതിരിക്കുക. പിന്നെ എല്ലാ ഭാഗവും നല്ല കഴുകി വൃത്തിയാക്കുക. നമ്മൾ നല്ല മുറിവുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ശ്രമിക്കുക. എന്നും മുറിവ് കഴുകി മരുന്ന് വയ്ക്കുക. അതുമാതിരി തന്നെ കാലും ഒരു നീര് വന്നു അപ്പോൾ കൊടുക്കുക, അല്ലെങ്കിൽ വയറിനൊരു അസ്വസ്ഥത വന്നു അപ്പോൾ മരുന്ന് കൊടുക്കുക. മരുന്ന് കൊടുത്ത് നമ്മൾ അവരുടെ കൂടെ നിൽക്കണം എപ്പോഴും. ഏകദേശം ഒരു 120 ദിവസമൊക്കെ ഈ ഒരു കാര്യം കറക്റ്റായിട്ട് തന്നെ ചെയ്യണം. അതുമാതിരി തന്നെ നമ്മൾ ഈ എണ്ണ തേച്ച് സോപ്പ് കാര്യങ്ങൾ ഇതൊക്കെ വെച്ചുള്ള കുളി കാര്യങ്ങൾ അതൊക്കെ പരമാവധി നമുക്ക് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്മെല്ല്, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ സ്മെല്ല് ആനയ്ക്ക് ശരിക്കും കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കഴുകണ സമയത്തൊക്കെ ആന ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വാട വയ്ക്കും.
പാടെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആനയുടെ കൈ കൊണ്ട്, തുമ്പിക്കൈയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആനയുടെ എല്ലാ ഭാഗങ്ങളും നിയന്ത്രിക്കണ ഒരു കൈ സാധനം തുമ്പിക്കൈയാണ്. ഈ തുമ്പിക്കൈ വെച്ച് കിടക്കുമ്പോൾ എന്ത് കാര്യങ്ങളും, അതായത് നിലത്ത് ഇങ്ങനെ കൈ വെച്ച് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ വരുന്ന അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പെട്ടെന്നുള്ള എന്തെങ്കിലുമൊക്കെ പ്രകൃതിക്ഷോഭങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊക്കെ വരുമ്പോൾ ഈ ആനകൾക്കൊക്കെ പെട്ടെന്ന് അത് അറിയാൻ പറ്റും. അവർ നിലത്ത് ഇങ്ങനെ കൈ വെച്ച് നിന്ന കിലോമീറ്റർ കണക്കിന് ഉള്ള കാര്യങ്ങൾ വരെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയണത്. അപ്പോൾ കൈ കൊണ്ട് എപ്പോഴും ഇങ്ങനെ വാടെടുത്ത് നിൽക്കുവാൻ. അതുമാതിരി തന്നെ നമ്മൾ ഇടുന്ന ഷർട്ടും മുണ്ടൊക്കെ 2, 3, 4 ദിവസമൊക്കെ ഷർട്ടും മുണ്ടും ഒരു ഷർട്ടും മുണ്ടും തന്നെ ഇടും. അത് നമ്മൾ കഴുകില്ല, അലക്കില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിയർപ്പൊക്കെ ശരിക്കും ആ ഷർട്ടും മുണ്ടുമ്മയൊക്കെ പിടിച്ച് നമ്മുടെ മണം ശരിക്കും ആനയ്ക്ക് കിട്ടണം. ഇന്നത് ഇന്ന ആളുടെ മണമാണ്. അപ്പം ഓരോ ദിവസം പഴകും തോറും ആനയ്ക്ക് ഈ മണം അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം അങ്ങനെ ചെയ്യണം. അതുപോലെ തന്നെ പിന്നെ വൈകിട്ട് ആനയുടെ അടുത്ത് പോയി ആനയ്ക്ക് തിന്നാനൊക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പോവാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇത്തരം കാലം പുള്ളിക്ക് ഓരോ ഭാഗത്തുനിന്നും ഇങ്ങനെ അല്ലെങ്കിൽ മറ്റേ പഴയ ആൾക്കാർ നമ്മൾ ചെയ്ത പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ചെയ്തിട്ടുള്ളത്. അവർക്ക് അവരുടേതായ രീതിക്കായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക. അപ്പം അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും അതുമാതിരി ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ആനേനെ ഉപദ്രവിക്കാതെ തലയെക്കെട്ട് കെട്ടി ഏതെങ്കിലും ഒരു ഭാഗത്ത് തോട്ടി മാടി പിടിച്ച് ആനേനെ ശ്രദ്ധിച്ച് എപ്പോഴും നമ്മൾ ആന ശ്രദ്ധിക്കണം. ആനയുടെ മുഖം ഒന്ന് മാറുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവണം. അതുമാതിരി തന്നെ ആനയ്ക്ക് ഒരു വയ്യായിക വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് നോക്കുമ്പോൾ തന്നെ എന്തോ ആനയ്ക്ക് ഒരു വയ്യായിക ഉണ്ടല്ലോ. അതുപോലെ തന്നെ ആന ഇട്ടിട്ടുള്ള എരണ്ടത്തിൻ്റെ കുറവ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനയ്ക്ക് ഉള്ളിൽ അസ്വസ്ഥത ഉണ്ടാവും. അല്ലെങ്കിൽ ഗ്യാസ് കയറി നിൽക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള അസ്വസ്ഥതകൾ ആന കാണിക്കുമ്പോൾ അതിനുള്ള മരുന്ന് നമ്മൾ കൊടുക്കുമ്പോൾ ആനയ്ക്ക് അതിൽ ആശ്വാസം കിട്ടും. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ അവരെ എപ്പോഴും അങ്ങനെ മെല്ലെ നമ്മളവരെ അടുത്തേക്ക് മെല്ലെ അടുക്കുകയാണ്. പിന്നെ രാത്രി ഒരു 10-11 മണിയായി കഴിഞ്ഞ് അങ്ങനെ തൂങ്ങി നിൽക്കുകയാണെങ്കിൽ മെല്ലെ ചെന്നിട്ട് പിടിച്ച് ഇരിക്കാൻ പറഞ്ഞ് മെല്ലെ പിടിച്ച് ഇരുത്തി കിടത്തി അവരുടെ തലയുടെ ഭാഗത്ത് ചെന്ന് നിന്ന് സാരില്ല ഉറങ്ങിക്കോട്ടോ കിടന്ന് ഉറങ്ങിക്കോട്ടോ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് തലോടിയൊക്കെ കൊടുത്ത് അങ്ങനെ ആവുമ്പോൾ അവർക്ക് നമ്മളോടുള്ള പേടി അങ്ങനെ പോയി വരും. പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ തന്നെ കൊടുക്കണം. പരമാവധി നമ്മൾ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാൻ കൈകാര്യം ചെയ്യുമ്പോൾ ഞാൻ മാത്രം ആനേനെ കമാൻഡിങ് കൊടുക്കുക. അതായത് വേറെ ഒരു ആളെ പോലും ആനയുടെ അടുത്ത് അങ്ങോട്ട് കയറിക്ക് എന്നുള്ള കമാൻഡിങ് കൊടുക്കാതിരിക്കുക. അതുമാതിരി ഒരു അടി കൊടുക്കേണ്ട സാഹചര്യമാണെങ്കിൽ നമ്മൾ തന്നെ അത് കൊടുക്കുക. 2 അടി കൊടുക്കേണ്ട സാഹചര്യങ്ങൾ വരും. എപ്പോഴും നമ്മൾ സ്നേഹം മാത്രമായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ല. അടിക്കേണ്ടോടത്ത് അടിക്കുക തന്നെ വേണം. നമ്മുടെ അടുത്ത് നമ്മൾ വിശ്വാസവും വേണം, എന്ന പേടി വേണം, ഒരു ബഹുമാനം വേണം. ഇതെല്ലാം കൂടി ചേർന്ന് വരണം നമ്മളിൽ. അത് കഴിഞ്ഞാൽ ആനയ്ക്ക് നമ്മളോട് ഇഷ്ടം തോന്നണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരിക്കലും ആനയ്ക്ക് വെറുപ്പ് തോന്നാൻ പാടില്ല. വെറുപ്പ് തോന്നണ കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. പിന്നെ പരിപാടി സ്ഥലത്തേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെടിക്കെട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആനേനെ ചേർത്ത് പിടിക്കണം. സാരില്ല, കുഴപ്പമില്ല കേട്ടോ എന്ന് പറഞ്ഞ് അവരെ തട്ടി ഇതാക്കി നിൽക്കണം. അതുമാതിരി തന്നെ ആന ഇങ്ങനെ ഉറങ്ങി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ആനേനെ പറയാണ്ട് ആനേനെ അടിക്കുക. അതൊക്കെ ചെയ്ത ആനകൾ ഒരടി കൊടുക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ തല്ലാൻ പോവാണെന്ന് പറഞ്ഞിട്ട് കണ്ണ് തുറന്ന് നിൽക്കുന്ന സമയത്ത് 1 ഓങ്ങി 2 ഓങ്ങി 3 ഓങ്ങി 4-നൊക്കെയാണ് ഒരടി കൊടുക്കാൻ പറ്റുക. പിന്നെ പ്രായമുള്ള ആനകളെ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നന്ദപ്പനാണ് തന്നെ പറയാം. ഞാനൊരു കാര്യം ഒരു 15 പ്രാവശ്യം പറഞ്ഞാൽ ഒരു പ്രാവശ്യം കേട്ടായി എന്ന് വെച്ചിട്ട് നമുക്ക് മിണ്ടറേനെ അതിനെ തല്ലാൻ പറ്റുമോ? പറ്റില്ല. പ്രായമായി വരുംതോറും ആനകൾക്ക് നമ്മുടെ വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു വാശിയും ഒരു പിണക്കം, ദേഷ്യം, വാശി, പിന്നെ വാശിയായിരിക്കും കൂടുതൽ കാണിക്കുക. അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു സാധനം ആനയ്ക്ക് തിന്നാൻ കൊടുത്തു, ആന എനിക്കത് വേണ്ട, നിനക്കിപ്പോൾ എന്താ തിന്നാ കുഴപ്പം, അപ്പോൾ ഒരു 4 വീക്ക് കൊടുത്തു. പിന്നെ മിണ്ടറേനൊക്കെ ക്ഷമയില്ലാത്ത ആൾക്കാർക്ക് പ്രായമുള്ള ആനകളെ അഴിച്ചുകെട്ടൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് നല്ല ക്ഷമ എന്ന് പറയുന്ന സാധനം നമ്മുടെ നെല്ലിപ്പലകയല്ല, അതിൻ്റെ അപ്പുറത്തെ പലക വരെ നമ്മൾ കണ്ട സമയങ്ങളുണ്ട്. ഇപ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയായി വരുമ്പോൾ നമ്മളോട് അവർക്കൊരു വിശ്വാസം വരും. പിന്നെ നമ്മൾ ഡെയിലി ഫുഡ് കൊടുക്കണം. അതായത് ആൾക്ക് ഇത് കിട്ടാത്ത മുമ്പ് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ, അവർ കൊടുക്കണുണ്ടോ എന്നല്ല അറിയില്ല. നമ്മൾ വളരെ മാന്യമായിട്ടുള്ള ഫുഡാണ് രാവിലെ കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളങ്ങനെ പുറത്ത് പറയാൻ പാടില്ല. പിന്നെ ഒരു ആന ശരീരം കയറി വരുന്നുണ്ടെങ്കിൽ, ശരീരം നമ്മൾ കൊടുക്കുന്ന ഭക്ഷണവും കാര്യങ്ങളും അതിൻ്റെ ശരീരത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ ആന നമ്മളോടുള്ള വിശ്വാസം കൊണ്ടാണ്. പിന്നെ ഏറ്റവും വലിയ മരുന്ന് അല്ലെങ്കിൽ എന്ത് സാധനമാണെങ്കിലും
ഈ വിശ്വാസം എന്ന് പറഞ്ഞ സാധനം, അതായത് ഒരു എന്താ പറയാ, ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മുതലാളിക്ക് ഒരു അച്ഛൻ്റെ സ്ഥാനമാണ് ആന കൊടുക്കുന്നത്. അതായത് ആഹാരങ്ങൾ, സാധനങ്ങൾ, മറ്റുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിത്തരിക, അല്ലെങ്കിൽ അത് എല്ലാം തരിക. ഒരു ആനക്കാരന് ശരിക്കും പറഞ്ഞ ഒരു അമ്മയുടെ സ്ഥാനമുണ്ട്. ഒരമ്മ മക്കളെ പരിപാലിക്കുന്ന പോലെ വേണം നമ്മൾ അവരെ നോക്കാനായിട്ട്. കൊണ്ടുതരുന്ന ഭക്ഷണങ്ങൾ കറക്റ്റ് സമയത്തിന് കൊടുക്കണം. നമ്മളൊരു ഭക്ഷണം ആനയ്ക്ക് കൊടുക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു മരുന്ന് കൊടുക്കുന്നുണ്ട്, അതെല്ലാം കറക്റ്റ് ടൈമിനായിട്ട് കൊടുക്കണം. ഓരോ അസുഖങ്ങൾക്ക് ഉള്ള അനുസരിച്ചിട്ടുള്ള മരുന്നുകൾ വേണം കൊടുക്കാൻ. അപ്പം ഞാൻ പിന്നെ ഇപ്പം ഒരു കുറച്ച് വർഷങ്ങളായിട്ട്, ഒരു 10 വർഷം 12 വർഷമായിട്ട് ഞാനിപ്പോൾ ഈ ഇങ്ങനെ എനിക്ക് കിട്ടുന്ന ആനകളൊക്കെ വളരെ ശോഷിച്ച് കൈയും കാലും മുറിവ്, കാര്യങ്ങൾ, പാദരോഗം, അങ്ങനെയുള്ള അസുഖങ്ങൾ, കാര്യങ്ങളുള്ള ആനകളൊക്കെയാണ് കൂടുതലായിട്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനത്തെ ആനകളെയാണ് സെലക്ട് ചെയ്യുന്നത്. മുതലാളിമാരെ സെലക്ട് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഇതേപോലത്തെ ആനകളുമാണെങ്കിൽ കുറച്ചും കൂടി നമ്മൾ പണിയെടുക്കണത് ആ ആനയ്ക്ക് അതിൻ്റെ ഒരു മാറ്റങ്ങൾ കാണിക്കും, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ ചേട്ടാ ആനയ്ക്ക് ഒരു മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊന്നും ഒരു സന്തോഷം ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുന്ന പണി നമ്മളത് വിജയിച്ച് വരുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല. അപ്പം പ്രായമുള്ള ആനകളെ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ക്ഷമയോട് കൂടിയിട്ട് ഒരു 10 പ്രാവശ്യം പറയണം. 10 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ കാരണന്മാർ പറയും 6 വാക്കിൽ ഒരു അടി ഒരു വെടിയടിക്കണം എന്ന് പറയാം. അതായത് ഒരു 5-6 പ്രാവശ്യം ആനോട് പറഞ്ഞിട്ട് പിന്നെ അത് തന്നെ ആന അത് ചെയ്യുകയാണെങ്കിൽ ആനയ്ക്ക് നല്ലൊരു അടി കൊണ്ട് കൊടുക്കണം. ആ അടി കൊടുക്കുമ്പോൾ ആനയ്ക്ക് അത് മനസ്സിലാവണം. അടി കിട്ടിയത് എന്തിനാണെന്ന് ആന അറിയണം. അപ്പം അത് തെറ്റ്. എന്നിട്ട് അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം, അരുതേ, ചെയ്യരുത്. അത് നമ്മളിങ്ങനെ കമാൻഡിങ് കൊടുക്കണം. ഇപ്പം ഒരാളെ തട്ടിയിട്ട് ആന കുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ആന ഒരാളെ കുത്തിക്കൊണ്ടിരിക്കുക. ആ കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആനേനെ അവിടെ ചെന്നിട്ട് അയ്യോ അമ്മേ ആനയെ എന്ന് വിളിച്ചിട്ട്, അല്ലെങ്കിൽ അയ്യോ അമ്മേ രക്ഷിക്കുന്നു പറഞ്ഞാലൊന്നും ആന മാറില്ല. ആനയ്ക്ക് അറിയണ കാര്യം എന്താണ്? അരുതാനെ, ചെയ്യരുത്, അരുതാനെ, അരുതാനെ. ആ ഒരു വാക്ക് മാത്രം ആനയ്ക്ക് അറിയുള്ളൂ. ബാക്കി എന്ത് പറഞ്ഞിട്ടും അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പിന്നെ ഒരു ആളെ തട്ടിയിട്ട് കുത്തുകയാണെങ്കിൽ തല്ലി ഒഴിവാക്കുക, അല്ലെങ്കിൽ തോട്ടിക്ക് വെട്ടി ഒഴിവാക്കുക എന്ന് ആ ആൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ, ജീവൻ തിരിച്ചു കിട്ടാൻ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ അതും പറ്റൂല. അപ്പൊ കുട്ടിയാനകളെ അഴിച്ചു കെട്ടുന്ന രീതി വേറെയാ. കുട്ടിയാനകളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 പെട കൊടുത്തിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ ആനകളുണ്ട്. ഡെയിലി തല്ലി വാങ്ങുന്ന ആനകൾ എത്ര ഉണ്ടെന്ന് അറിയൂ. അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് തന്നെ ചെയ്യുള്ളൂ. ആനകൾക്ക് കുറച്ച് വാക്കുകൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ മുന്നോട്ട് കയറി പാനെ, അല്ലെങ്കിൽ ഇവിടെ വലത്തി ആന, ഇവിടെ ഇടത്തി ആന, ഇവിടെ സെറ്റാനെ, ഇങ്ങോട്ട് ഇരിയാനെ, ഇങ്ങോട്ട് മടക്കാനെ, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അരുതാനെ, അങ്ങനെ ഇങ്ങനെ കുറച്ച് വാക്കുകൾ കമാൻഡിങ്ങും മാത്രമാണ് ആനകൾക്ക് ഉള്ളൂ. പിന്നെ ബാക്കിയൊക്കെ നമ്മളിങ്ങനെ കയ്യിൽ ആക്ഷനിൽ ഇങ്ങനെ വെക്കാം. അത് അധികവും പ്രായമായ ആനകളെ ഇപ്പം ഇങ്ങോട്ട് നീങ്ങി വാ, ഇങ്ങോട്ട് നീങ്ങട, അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബലം പിടിച്ച് ദേഷ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പം നീ എന്നോട് അങ്ങനെ പറയാറായ, അങ്ങനത്തെ ഒരു വാശിയിൽ നിൽക്കും. അതേസമയം നമ്മളൊരു കമ്പനി മൂടായിട്ടാടാ ഇങ്ങോട്ട് കയറി നിറ, അപ്പം അവർ തമ്മിലുള്ള ഒരു ബന്ധം കൂടി വരും. അപ്പോൾ അവർക്ക് നമ്മളോടും ഉണ്ടാവും, നമ്മൾ അവരോടും ഉണ്ടാവും. പിന്നെ ആനകളെ പരിപാലന രീതിന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിപ്പോൾ ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പോൾ പട്ട തിന്നാനായിട്ട് ബുദ്ധിമുട്ടായി. ഇപ്പോഴും പട്ട തന്നെ തിന്ന് നമ്മുടെ ആനയ്ക്ക് ഇപ്പം ഈ കയറി 2 ആനയ്ക്കും ഇങ്ങനെ ഈ പട്ടയൊക്കെ തിന്നു കഴിഞ്ഞാൽ അത് ദഹിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ ഒക്കെ എനിക്ക് തോന്നി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആന അങ്ങനെ വന്നപ്പോൾ അങ്ങനെ മെലിഞ്ഞ് ഭയങ്കര ക്ഷീണമായിട്ടൊക്കെ ഇരുന്നല്ലേ. അപ്പോൾ കറക്റ്റ് അതിൻ്റെ ശരീരത്ത് വെള്ളം, ജലം ആവശ്യമായിട്ടുള്ളതില്ലായിരുന്നു നമ്മുടെ ആന വരുമ്പോൾ. അപ്പോൾ അതിനാണ് ഞാൻ തീറ്റ മാറ്റി വാഴപ്പിണ്ടി ആക്കിയത്. വാഴപ്പിണ്ടി കൊടുക്കുന്നതിന് 2-3 ഗുണങ്ങളുണ്ട്. ഒന്ന്, പിന്നെ വാഴപ്പിണ്ടിക്ക് പ്രത്യേകിച്ച് അതിൽ കണ്ടന്റ് എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. പക്ഷെ ആനയുടെ വയറ് നിറയും, ആനയുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളം കയറും. നമ്മൾ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിന് ഒരു പരിധി വരെ ആന കുറച്ച് വെള്ളം കഴിയുമ്പോൾ ആനയ്ക്ക് മടുപ്പുണ്ടാവും. പക്ഷെ വാഴപ്പിണ്ടി ഇങ്ങനെ കഴിക്കുന്തോറും വെള്ളം ഇങ്ങനെ നല്ല വെള്ളം ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 പ്രാവശ്യമൊക്കെ മൂത്രമൊഴിക്കുന്ന ആന ഒരു 6 പ്രാവശ്യം 7 പ്രാവശ്യമൊക്കെ മൂത്രമൊഴിക്കും. അത്രയധികം ജലം ആനയുടെ ശരീരത്തേക്ക് കയറും. അപ്പം ശരീരത്തിനൊക്കെ ഒരു എന്ന് വെച്ചിട്ട് വാഴപ്പിണ്ടി മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. അതിനനുസരിച്ച് കാൽസ്യം, വൈറ്റമിൻ, അതിനുള്ള സാധനങ്ങൾ കൊടുക്കണം. പിന്നെ വേറെ മറ്റുള്ള എനിക്ക് ശരീരത്തേക്ക് പിടിക്കാനുള്ള സാധനങ്ങൾ വേറെ കൊടുക്കണം. അപ്പൊ ഇതൊക്കെ ചെയ്യാനും കൂടി ഉള്ള ഒരു മനസ്സും കൂടി ഉള്ള ഒരു ഉടമസ്ഥന്റെ അടുത്ത് പോയാലാണ് ഈ പറഞ്ഞ മാതിരി ആനകൾ നടക്കുള്ളൂ. അല്ല ആന ഇപ്പൊ കിട്ടണത് ഇപ്പൊ ആനയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെലവാക്കാനൊന്നും ഇല്ല, കിട്ടണതൊക്കെ ഇങ്ങോട്ട് പോന്നോട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് കാര്യമില്ല.
നമ്മൾ മുതൽ നമ്മൾ നല്ല രീതിയിൽ ഞാൻ ഇപ്പം എൻ്റെ ആനയ്ക്ക് ഇപ്പം അവലായാലും സാധനങ്ങളായാലും ഞാൻ വണ്ടിയിൽ ചുമന്ന് കൊണ്ടുപോയിട്ട് ഏത് പരിപാടി സ്ഥലമാണെങ്കിലും ആ പരിപാടി സ്ഥലത്തൊക്കെ വെച്ച് കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഫുഡുകളും നമ്മൾ പുറത്ത് പോയാലും അവനത് ഉറപ്പുവരുത്തണം. പിന്നെ അവറ്റകൾക്ക് ആകെ 24 മണിക്കൂർ പണിയെടുത്ത് കിട്ടണത് കുറച്ച് പട്ടയ, കുറച്ച് പിണ്ടി, അതൊക്കെയാണ് ഐറ്റങ്ങൾക്ക് കിട്ടണത്. അപ്പം അതിന് വായിക്ക് രുചിയായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക, അത് നമ്മൾ കൊണ്ട് നടന്ന് കൊടുക്കണം. അതിനൊക്കെ നമ്മൾ കുറേ കഷ്ടപ്പെടണം. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തോട് നല്ല പ്രാർത്ഥിക്കണം. ദൈവമേ, നമ്മുടെ അല്ലെങ്കിൽ ഞാൻ ഈ കൊണ്ടു നടക്കുന്ന ഇതിലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിത്തരണം ദൈവമേ. ഒരു നേരം ആഹാരം കൊടുക്കുമ്പോഴായാലും ദൈവമേ അതിൻ്റെ ശരീരത്തിൽ പിടിക്കണേ, അതിനൊരു കണ്ണ് കിട്ടാതെ കാര്യങ്ങൾ കിട്ടാതെയും ദൈവത്തോട് പ്രാർത്ഥിച്ചൊക്കെ വേണം നമ്മൾ കൊടുക്കാൻ. പിന്നെ നമ്മൾ ചെയ്യുന്ന തൊഴിലിന് എന്ത് തൊഴിലും ആയിക്കോട്ടെ, അതിന് നമുക്ക് നമ്മുടേതായ ഒരു സത്യസന്ധത ഉണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ട് ദൈവം തന്നിരിക്കും. നമ്മൾ വയസ്സായ അല്ലെങ്കിൽ ഒരു പ്രായമുള്ള ആനകളെ നമ്മൾ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞ വഴി ഇങ്ങോട്ട് തിരിഞ്ഞു വരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കൂല. അപ്പം നമ്മൾ കുറച്ച് വിട്ടുവീഴ്ച മനോഭാവമൊക്കെ ചെയ്യണം. അത് പതുക്കെ തിരിഞ്ഞു വന്നാൽ മതി. ഇനിയിപ്പോൾ വഴിക്കടെ നടന്ന് പോകണു, കുറച്ച് പുല്ല് കണ്ടു, നല്ല പുല്ലുള്ള, എനിക്കത് കുറച്ച് തിന്നണം, അവിടെ നിന്നോട്ടെ എന്താ കുഴപ്പമോ? വിഷയമുള്ളൊരു കാര്യമില്ലല്ലോ. അതിപ്പോൾ വഴികടെ പോയി കുറച്ച് പുല്ല് പറിച്ച് തിന്നു, അത് ചിലപ്പോൾ കൂടി വന്ന് അതിങ്ങനെ പറിക്കുമ്പോൾ അതിൻ്റെ നടയിലൊന്ന് തട്ടും. നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് പോകുമ്പോൾ അത് പുല്ല് പറിച്ചത് നടയിൽ തട്ടുമ്പോൾ അത് ചെളിയാവും. വിഷയമില്ല. അടുത്ത സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ നമുക്കതൊന്ന് കഴുകി കളയാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടായാൽ മതി. അത് ആനയല്ലേ, വന്യജീവിയല്ലേ, അതിൽ പുല്ലൊക്കെ കണ്ട് അത് പറിച്ച് തിന്നണം തോന്നി അത് പറിച്ച് തിന്നോട്ടെ. അപ്പം അങ്ങനെയുള്ള മനോഭാവങ്ങൾ നമ്മൾ വയ്ക്കണം. അതുപോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വേണം ചെയ്യാൻ. ഇപ്പം എൻ്റെ ആന എന്നെ ഭയങ്കര വിശ്വാസമാണ്. ഞാൻ അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് കിടന്നറ എന്ന് പറഞ്ഞാൽ അപ്പം കിടക്കും. അപ്പോൾ രാത്രി പരിപാടി സ്ഥലത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രാവിലെ പരിപാടിക്ക് ചെന്നു, നമ്മൾ കഴുകി വൃത്തിയാക്കി കൊണ്ട് ചെന്നു, അവിടെ ചെന്നു ലോറിയിൽ കൊണ്ട് ചെന്ന് ഇറങ്ങിയ വഴി തന്നെ വയറിറച്ച് വെള്ളം കൊടുത്തു. അത് കഴിഞ്ഞ് ഒന്ന് തണുപ്പിച്ചു, കയ്യും കാലൊക്കെ ഒന്ന് കഴുകി, അപ്പോൾ ഓണായി. അത് കഴിഞ്ഞ് പരിപാടി തുടങ്ങി. രാവിലത്തെ ഒരു ശീലിയിലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ഇത്തിരി വെള്ളം കൊടുത്ത് തണുപ്പിച്ചു, അതിനാവശ്യമായ ഫുഡ് കാര്യങ്ങളും എല്ലാം കൊടുത്ത് എവിടെയെങ്കിലും മാറ്റി നിർത്തി. അത് കഴിഞ്ഞിട്ട് ഒരു 12:30-1 മണി സമയമാകുമ്പോൾ ആനങ്ങനെ തൂങ്ങി നിൽക്കും. അതായത് ആനയ്ക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ട്, അല്ലെങ്കിൽ ആനയ്ക്ക് ക്ഷീണം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആനങ്ങനെ തൂങ്ങിയിട്ട് ചെവിയൊക്കെ താങ്ങി കൈ ഇറക്കി പിടിച്ചിട്ട് ആനങ്ങനെ നിന്നുറങ്ങും. അങ്ങനെ നിൽക്കണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അതിന് ഇനി അടുത്ത പരിപാടി സമയം എപ്പോഴും ചോദിച്ചു, ചേട്ടാ 3 മണിക്ക് ശേഷമാണ് അല്ലെങ്കിൽ 4 മണിക്കാണ്. ആ 2 മണിക്കൂർ ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ അപ്പം നമ്മുടെ വിശ്രമിക്കാനുള്ള സമയം നമ്മൾ മാറ്റി വയ്ക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് എവിടെയാണോ സൗകര്യമുള്ളത് അവിടെ പിടിച്ച് ആനയെ പിടിച്ച് ഇരുത്തി ആനനെ കിടത്തി ആനനെ കുളിപ്പിക്കും, കഴുകി. അപ്പം ആനയുടെ മേത്തെ ചെളി പോവുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. ഈ ഉറക്കം തൂങ്ങി നിൽക്കണ ആന 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ കിടന്നുറങ്ങി കഴിഞ്ഞാൽ ആളത്രയും ആ കിടത്തി കുറച്ച് നേരം കിടത്തി ഉറക്കി ആന കിടന്നുറങ്ങി. അപ്പം ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ നമ്മൾ അടിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യരുത്. കിടന്നിട്ട് നീട്ടി വെക്കി, അല്ലെങ്കിൽ ഇങ്ങോട്ട് മടക്കുക, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞ് ആനനെ ഉപദ്രവിക്കുമ്പോൾ ആന ഉറങ്ങില്ല. ആന ഭയന്നിട്ട് ഇങ്ങനെ നോക്കി കിടക്കുള്ളൂ. അപ്പം ആനയുടെ ക്ഷീണം പോവില്ല. അതിനാണ് നമ്മൾ വടി കൊണ്ടുവന്ന് അവിടെ വെച്ചു കൊടുക്കണേ. അപ്പം എന്നിട്ട് നമ്മൾ കഴുകി, അപ്പം നല്ല ഉറക്കത്തിലാണെങ്കിൽ ചിലപ്പോൾ നീട്ടി വെക്കാൻ പറ്റില്ല. അപ്പം ആ കിടക്കണ ഭാഗത്ത് എങ്ങനെയാണോ അതുപോലെ അങ്ങോട്ട് കഴുകി അങ്ങോട്ട് വിട്ട് അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് ഒരു സൈഡ് കഴുകി എണീപ്പിച്ച് കഴിഞ്ഞ് 2ാം സൈഡ് പിടിച്ച് കിടത്തി കഴുകി ഏറ്റ് കഴിഞ്ഞ് ഒരു 3/4 ഭാഗമൊക്കെ ആകുമ്പോഴത്തേക്ക് ആന എണീക്കാനുള്ള ശ്രമം തുടങ്ങും. കാരണം ആനയുടെ ക്ഷീണം പോയി. അപ്പം നമ്മൾ വേഗം പിടിച്ച് കഴുകി ഇരുത്തി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. ആ വയറിറച്ച് വെള്ളം കൊടുത്ത് ചെങ്ങലയും കഴുകി വാരി കയറ്റി വെച്ചു. എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നിങ്ങൾ വയറ് നിറച്ച് തീറ്റ കൊടുത്ത് നോക്കി. അപ്പോൾ ആനയുടെ ക്ഷീണം പോയി, ആന ഉഷാറായി, ആ കൊടുക്കണ ഭക്ഷണം തിന്നു. അപ്പം ആനയ്ക്ക് നമ്മളോടൊരു വിശ്വാസം വന്നു. അപ്പം അങ്ങനെ ഇതൊന്നും ഒരു ഇൻ്റർവ്യൂ ചാനലിലോ ഒരു ആനക്കാർ പോലും ഇതൊന്നും പറയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരും പറയില്ല. ഞാൻ പക്ഷേ ഈ ആനകൾ ഇപ്പം മൊത്തത്തിൽ ഈ ആനയും ആനക്കാരൊക്കെ ഭയങ്കര ഭീകരന്മാരാണ്, ഇവിടെ കേരളത്തിലുള്ള ആനകളൊക്കെ കൊടിയമായ പീഡനങ്ങൾ സഹിച്ച് ജീവിക്കുകയാണെന്നൊക്കെ ഉള്ള ഒരു രീതിക്ക് കുറേ ആൾക്കാർ തെറ്റായിട്ടുള്ള ഒരു ഇത് മൊത്തത്തിൽ കേരളത്തിലുള്ള ഈ ആനപ്രേമികളായ സുഹൃത്തുക്കളെ, അമ്മമാരായാലും പെങ്ങന്മാരായാലും അല്ലെങ്കിൽ അവരുള്ള അങ്ങനെയുള്ള ആൾക്കാരെ മൊത്തത്തിൽ ആനക്കാരൊക്കെ ഭയങ്കര ഭീകരന്മാരാണെന്നുള്ള രീതിയിൽ ചിത്രീകരിച്ച് വെച്ചേക്കുക. നമ്മൾ ഇപ്പോൾ എന്ത് മൃഗങ്ങളായാലും ആലോചിച്ച് നോക്കി, ഇപ്പോൾ കാഴ്ചകളായാലും ഒന്ന് പോയി നോക്കി അവിടെയുള്ള മൃഗങ്ങളെ കൂട്ടി തന്നെയല്ലേ ഇട്ടേക്കണേ. അവരും വന്യജീവികളല്ലേ, അങ്ങനെയാണെങ്കിൽ അവരെയൊക്കെ പിടിച്ച് കാട്ടി കയറ്റി വിടണ്ടേ? അത് ചെയ്യാൻ പറ്റുമോ? സൂമിലൊക്കെ പോയി നോക്കിയേ. ഇപ്പോൾ ഇതേ തൃശ്ശൂർ സൂമിലേക്ക് വരാൻ പോകുന്ന മൃഗങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി നോക്കൂ. അതുമാതിരി തന്നെ തിരുവനന്തപുരത്ത് കാഴ്ചബംഗ്ലാവുണ്ട്. ഇതൊക്കെ വന്യമൃഗങ്ങളല്ലേ. പിന്നെ അതേ പശു കാര്യങ്ങൾ, പോത്ത്, അത് ഇത് കറവ് കാര്യങ്ങൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ പ്രോസസ്സിങ്ങാണ്. കുറേ ആൾക്കാർ അതുകൊണ്ട് ഉപജീവനം നടത്തുന്നുണ്ട്. എന്ന് വെച്ചിട്ട് നാളെ ഇവിടെ ഒരു പോത്തിനെയും കൊല്ലാൻ പാടില്ല, ഇവിടെ ഒരു പശുവിനെയും കൊല്ലാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
അതൊക്കെ അതിൻ്റെതായ രീതിയിൽ അങ്ങനെ നടന്നു പോകും. പക്ഷെ ഈ ആനകളുടെ കാര്യങ്ങൾക്ക് മാത്രം പ്രശ്നങ്ങളായിട്ട് കുറേ ആൾക്കാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അവരുടെ കണ്ണിൽ ആന മാത്രമേ ഉള്ളൂ ഈ മറ്റേ കാട്ടിൽ നിന്ന് പിടിച്ച് കൊണ്ടുവന്നിട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ തന്നെ സൂമിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നിങ്ങൾ നോക്കി നോക്കൂ, അവിടെയൊക്കെ ആനകൾ അഴിച്ചു വിട്ടേക്കണം. അവിടെ ആർക്കും അപ്പോൾ മറ്റേ ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള പൂരങ്ങൾക്ക് ഇത്രയും ജനങ്ങളുടെ ഇടയിൽ പോയി നിൽക്കേണ്ട ആവശ്യമില്ല. അവരും മതിൽക്കെട്ടിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്, അല്ലാതെ ഏതെങ്കിലും ആനേനെ അഴിച്ചു വിട്ടിട്ടുണ്ടോ? ആകെ കുറച്ച് ആതിരപ്പള്ളിയിൽ പിന്നെ കാട്ടിലെ ആനകളെ വെച്ച് പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ആനകളെക്കാടെ ഇരട്ടി ആനകളാണ് കാട്ടിലെ ആനകൾ മരണപ്പെടുന്നത്. ചില കാട്ടാനയുടെയൊക്കെ കോലം കാണണം. നമ്മുടെ ഇവിടെ കുറച്ച് ആനകൾ മാത്രം ശരീരം ശോഷിച്ച പോലെ നിൽക്കുന്നത്, ബാക്കിയുള്ള ആനകളൊക്കെ നല്ല സ്റ്റൈലായിട്ട് തന്നെയല്ലേ നിൽക്കുന്നത്. അപ്പൊ പിന്നെ അങ്ങനത്തെ തെറ്റിദ്ധാരണകൾ മാറണം. പിന്നെ ഈ ആനക്കാര് കുറെ ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിലൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് എന്താ പറയാ, ഈ കവലയിൽ കേട്ട കാര്യങ്ങൾ വന്ന് പറയാന്ന് പറയില്ലേ. അതായത് എനിക്കിപ്പോൾ ഒരു കാര്യത്തെ കുറിച്ചിട്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിവ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ട് എങ്കിൽ മാത്രമേ നമ്മളത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ പാടുള്ളൂ. ഞാനിപ്പോൾ ഈ ഒരാനയല്ല, ഇപ്പം ഞാൻ കുറച്ച് ആനകളെ എടുത്ത് നോക്കി ആ ചെയ്യുന്ന ആനകളുടെ സെയിം കാര്യങ്ങൾ തന്നെയാണ് മറ്റാനകൾക്ക് ഞാൻ ചെയ്തു പോകുന്നത്. പക്ഷേ ഈ ആനകളുടെ ഒക്കെ സ്വഭാവങ്ങൾ വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളുള്ള ആനകളാണ്. പാർവനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നപ്പോൾ ശരീരമൊക്കെ കയറി വരാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷെ ഞാൻ എന്ത് കൊടുത്താലും ആനയുടെ ശരീരത്ത് പിടിക്കുന്നില്ല, എങ്ങനെയൊക്കെ നോക്കിയിട്ട് ശരീരത്ത് പിടിക്കുന്നില്ല. അപ്പം നമ്മളിങ്ങനെ ഓരോന്നും ഇങ്ങനെ ആലോചിച്ച് മാറ്റി ഇങ്ങനെ പിന്നെ പുല്ല് തിന്നാൻ വിട്ടു, പിന്നെ വാഴപ്പിണ്ടിയാക്കി, പിന്നെ അങ്ങനെ ആയി. 3 വർഷത്തെ കഷ്ടപ്പാടാണ് ആന ശരീരം കയറി വന്നത്. 3 വർഷം ശരിക്കും ഞാൻ എൻ്റെ വീട് വരെ മര്യാദയ്ക്ക് എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. ഇപ്പം ഞാൻ ഈ ആന അഴിച്ചിട്ട് ഏകദേശം 4 മാസം കഴിഞ്ഞ് 120 ദിവസമായി. ഞാനിപ്പോൾ വീട്ടിലാകെ വന്നേക്കണത് ഒരു 4, 5, 6 പ്രാവശ്യം മാത്രമാണ് വീട്ടിലേക്ക് വരാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഫുൾ ടൈം ആനയുടെ അടുത്ത് തന്നെയാണ്. ഇപ്പം ഞാനും ആനയും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തിയിട്ട്, കാരണം ഞാനിപ്പോൾ എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് കാണിച്ചു പോയാലും എനിക്ക് ധൈര്യമായിട്ട് ആനയെ കയറി പിടിക്കാനുള്ള ഒരു കണ്ടീഷനിലേക്ക് ആന എത്തി. അത് ഈ ആന ഇങ്ങനെ ആയത് ഞാൻ പറഞ്ഞില്ലേ, 4 മാസത്തെ എൻ്റെ കൂടെയുള്ള പിള്ളേരുടെയും കഷ്ടപ്പാടുകളാണ്. അപ്പം നമ്മൾ പിന്നെ എന്ത് കാര്യം ആനകളെ കുറിച്ചിട്ടല്ല, ആനയായാലും പശുക്കളാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ പോത്തുകളാണെങ്കിലും എന്ത് മൃഗങ്ങളാണെങ്കിലും നമുക്ക് അവരോടൊരു സ്നേഹമുള്ള പോലെ തന്നെ അവർക്ക് നമ്മളോടുണ്ട്. ആ സ്നേഹം അവർ കാണിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും. നമ്മളോടുള്ള ഇഷ്ടം കാണിക്കുന്ന രീതികൾ വ്യത്യസ്തമായിട്ടായിരിക്കും അവർ കാണിക്കുന്നത്. പിന്നെ അവർ നമ്മളെ സ്നേഹിച്ച് തുടങ്ങി എന്നുള്ളതിനുള്ള സിമ്പലുകളൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ നടക്കുമ്പോൾ നമുക്ക് കിട്ടും. തെറ്റ് കാണിച്ചാൽ അത് തെറ്റാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ എൻ്റെ മുന്നിൽ തെറ്റെന്ന് പറഞ്ഞ് ഞാൻ കാണുന്ന കാര്യങ്ങൾ എൻ്റെ കൂടെയുള്ള പിള്ളേരെ ഉപദ്രവിക്കില്ല, അത് തെറ്റാണ്. കാരണം ഒറ്റകൾ ഈ വട്ട വെട്ടിയിട്ടും വാഴപ്പിണ്ടി വെട്ടിയിട്ടും അത് ചെയ്ത് ഇത് ചെയ്തൊക്കെ കൊണ്ടുവന്ന് ഇതിന് വയറ് നിറച്ച് തിന്നാൻ കൊടുക്കുന്ന പിള്ളേരെ ഓടിക്കുകയോ പിള്ളേരെ ഉപദ്രവിക്കുകയോ ചെയ്താൽ എൻ്റെ നല്ല അടി കിട്ടും. പരിപാടി സ്ഥലത്ത് ചെന്ന് തലയെക്കെട്ട് കെട്ടി നിന്നിട്ട് ആനയുടേതായ വയ്യുള്ള ഇത് കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ നല്ല അടി കിട്ടും. എന്നാൽ ആന മാന്യം വരേക്ക് നിന്നാ, ഒരു പ്രശ്നങ്ങളില്ലാണ്ട് നിന്നാ, ഞാൻ നന്ദപ്പനൊക്കെ തല്ലിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലമായിട്ടുണ്ട്. ഈ 2 ദിവസം മുന്നാണ് 2 പെട മര്യാദയ്ക്ക് കനത്തിൽ കൊടുത്തത്. ഒരു വക പറഞ്ഞാൽ കേൾക്കാണ്ട്. ഞാനൊരു മനുഷ്യനല്ലേ, എത്രയെന്ന് വെച്ചിട്ട് അവനോട് പറയാ. അപ്പം അവന് സ്വാതന്ത്ര്യം കൂടി പോയപ്പോൾ അവൻ ഞാൻ പറഞ്ഞാൽ കേൾക്കാണ്ടായി. അപ്പം ഞാൻ അവനെ ഇടയ്ക്ക് ഈ 2 പെടയൊക്കെ കൊടുത്ത് പാടോ ഓക്കെ. അപ്പം സ്നേഹമുണ്ട്, എന്നാൽ ശിക്ഷിക്കണം. അപ്പം ഞാൻ എൻ്റേതായ ഒരു രീതികളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ആനകളോടുള്ള സമീപനങ്ങളാണ് ഞാൻ പറയുന്നത്. രാത്രി പരിപാടി സ്ഥലത്തേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ രാവിലത്തെ പരിപാടി കഴിഞ്ഞു, ഉച്ചയ്ക്കത്തെ പരിപാടി കഴിഞ്ഞു, വൈകുന്നേരം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത്തിരി സൗകര്യമുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് മാറ്റി ഇവർക്ക് ഉറങ്ങാനുള്ള സംവിധാനം നമ്മൾ ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ ഈ പൂരപ്പറമ്പിൽ പോകുന്ന ജനങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഒരു രാത്രി ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പരമാവധി ആനക്കാരെയും ശല്യപ്പെടുത്താതിരിക്കുക. കാരണം കുറച്ച് സമയമാണ് നമുക്ക് ഉറങ്ങാൻ കിട്ടുന്ന സമയം. അപ്പം ആനേനെ കാണാനാണ്, ശരിയാണ്, കൗതുകത്തോടെ വരുന്നു. പിന്നെ ചില ആൾക്കാരുണ്ട് ആനകൾ ക്ഷീണിച്ച് കിടന്നുറങ്ങണ ആനകളെ പോയി തട്ടി വിളിച്ച് എണിപ്പിക്കുക,
അല്ലെങ്കിൽ അവിടെ കിടന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കുക, ബൈക്ക് കിടന്ന് റേസ് ആക്കുക, ഹോൺ അടിക്കുക, എന്നിട്ട് രാത്രി വന്ന് നിന്നിട്ട് ആന കിടന്ന് ഉറങ്ങുമായിരിക്കും, അവിടേക്ക് ബൈക്ക് തിരിച്ച് ഹെഡ്ലൈറ്റും വെച്ചിട്ട് ഇങ്ങനെ ലോങ്ങും ലിങ്ങും ഡിമ്മും ലോങ്ങും അടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് പൂരപ്പറമ്പിൽ ഓരോരുത്തരും. അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതിൻ്റെ ആനക്കാരൻ പറയുകയാണ്, ചേട്ടാ അത് കിടന്ന് ഉറങ്ങുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശല്യപ്പെടുത്താതിരിക്കുക. ഞാൻ എല്ലാ സ്ഥലത്തും സൗകര്യമുള്ള സ്ഥലത്തും ഒക്കെ രാത്രി ആനേനെ പിടിച്ച് കിടത്തി ഉറക്കും. അത് എവിടെയെങ്കിലും സൗകര്യം നോക്കി ഒതുക്കി മാറി ചിലപ്പോൾ കുറച്ച് നടക്കാണ്ടാവും. അപ്പം ഞാൻ ചെല്ലണ സ്ഥലത്ത് തന്നെ ഞാനത് പറയും, ഏതെങ്കിലും ഒരു ചേട്ടാ ഇന്ന സ്ഥലത്ത് ആന നിൽക്കേണ്ട ഫോൺ നമ്പർ കൊടുക്കും. സമയമാകുമ്പോൾ അല്ലെങ്കിൽ ഇന്ന എത്ര സമയത്ത് ഇവിടെ ആന വരണ്ടേ ചേട്ടാ, വൈകിട്ട് രാത്രി 12 മണിക്ക് വരണം, 11:45 ആന അവിടെ ഉണ്ടാവും. അപ്പം നമ്മളതിക്ക് മുന്നായിട്ട് ഒരു അലാറം വെച്ച് ഒരു അരമണിക്കൂർ മുന്നേ എണീപ്പിച്ച് ആനയ്ക്ക് കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് ആനേനെ ഒന്ന് മേത്തൊക്കെ ഇത്തിരി വെള്ളം ഒഴിച്ച് അതിൻ്റെ ഉറക്ക ക്ഷീണമൊക്കെ കളഞ്ഞ് പിന്നെ പൂരപ്പറമ്പിൽ കൊണ്ടുപോയി തലയെക്കെട്ട് കെട്ടി അതിന് വേണ്ട രീതിയിൽ പട്ടയ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ അതവിടെ നിന്നോളൂ. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. പിന്നെ നന്ദപ്പനാണെങ്കിലും ഏതാനയാണെങ്കിലും ഞാൻ ശരിക്കും ശ്രദ്ധിച്ചിട്ടേ കൈകാര്യം ചെയ്യുള്ളൂ. അതിപ്പോൾ ഈ ഒരു വേനലും വർഷമാണ് ഒരു ആനക്കാരൻ പറയണത്. ഒരു ആനക്കാരൻ രീതിക്ക് പറഞ്ഞ ഒരു ആനയെ വിശ്വസിക്കാന്നല്ല, ഒരു 50% നമുക്കൊരു വിശ്വാസം വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വേനലും ഈ ഒരു വർഷക്കാലവും കഴിഞ്ഞ് മദപ്പാടി കെട്ടി അല്ലെങ്കിൽ മദപ്പാടിയിൽ നിന്ന് അഴിച്ച് തിരിച്ച് മദപ്പാടി കെട്ടി രണ്ടാം മറി അഴിക്കുമ്പോഴാണ് പിന്നെ നമ്മളൊരു വിശ്വാസം കാണിക്കുള്ളൂ. എന്നാൽ ആനയ്ക്ക് നമ്മളെ ഭയങ്കര ജീവനാവണം. ആന നമ്മളോട് ഭയങ്കര, നമ്മൾ ചെല്ലുമ്പോൾ തന്നെ രാവിലെ ഞാനത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് പിന്നെ തിരിച്ച് ചെന്ന് കഴിയുമ്പോൾ ഞാൻ ആ തറയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ആനയുടെ മുഖത്തൊരു സന്തോഷം വരും. അതേസമയം ഞാൻ അവിടെ നിൽക്കുകയാണെങ്കിൽ ആന നല്ല ഹാപ്പിയാണ്. ഞാൻ പോന്നു കഴിഞ്ഞാൽ ആൾക്ക് പിന്നെ ഭയങ്കര ചിന്തയാണ്. അതുമാതിരി തന്നെ ഞാൻ ശരിക്കും ചെയ്യുന്ന പോലെ തന്നെ ചങ്ങലയൊക്കെ ഇട്ട് കൂടുതൽ ചങ്ങലയിട്ട് കെട്ടി പോരുന്ന ദിവസമൊക്കെ ആൾക്ക് ഭയങ്കര ടെൻഷനാണ്. ഇനിവാൻ വരില്ലേ എന്നുള്ള ടെൻഷൻ. പിറ്റേ ദിവസം രാവിലെ നമ്മളെ കാണുമ്പോൾ ഉണ്ടാവണ ആനയുടെ ഒരു സന്തോഷം. പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആനകളെ തല്ലി മെരുക്കി എടുക്കുകയാണ്, ഇവന്മാര് തല്ലി ഒതുക്കി എടുക്കുകയാണെന്ന് കുറേ ആൾക്കാർ പറയാനുള്ളത്. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിവില്ലായ്മ കൊണ്ട് അവർ പറയണതാണ്. ആനകളങ്ങനെ തല്ലി ഒരിക്കലും ഒതുക്കാൻ പറ്റില്ല. തല്ലി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തല്ലിനൊന്നൊരു പേടി പോലും ഉണ്ടാവില്ല. പിന്നെ ഇവിടെ അധികം കുട്ടി ആനകൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആനകളുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പ്രായമുള്ള ആനകൾ തന്നെയാണ്. ഒന്നും പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, സമാധാനം മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ആനകളൊക്കെ എല്ലാം നന്നായി വരും. അപ്പം നമ്മുടെ പണി സീക്രട്ടാണെന്നൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയില്ല. ഞാൻ ഇതൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഒരു ഉപകാരപ്പെടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം അവർക്ക് ഒരു ഉപകാരപ്പെടുവാണെങ്കിൽ അത്രയായില്ലേ. അപ്പം എന്തായാലും വീണ്ടും ഇതേപോലെയുള്ള നല്ല അല്ലെങ്കിൽ നല്ലതെന്ന് നിങ്ങൾ ജനങ്ങൾ പറയണം. ഞാൻ പറയുന്ന കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നത് അല്ലെങ്കിൽ അത് ശരിയാണെങ്കിൽ അത് അറിയുന്ന ആൾക്കാർ. ഈ ആനകളെ കുറിച്ചിട്ട് ഒന്നും വെറുതെ വീഡിയോസുകൾ മാത്രം കണ്ട് കുറേ ഇൻ്റർവ്യൂസുകൾ കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആനകളെ കുറിച്ച് അറിയണമെന്നില്ല. ആനകളെ നിങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അറിയാൻ ശ്രമിക്കണം. നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ എന്തിനെ കുറിച്ചിട്ട് അറിയാനായിട്ട് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. എന്ത് കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയാം. അതുമാതിരി തന്നെ പുറത്തുള്ള, അതായത് നമ്മുടെ ഈ കേരളത്തിലെ മാത്രമല്ല, ഇപ്പം കർണാടക കുംകി എലിഫന്റ് ക്യാമ്പെന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വീഡിയോസുകൾ വരും. കാട്ടിൽ നിന്ന് ഒരു ആനേനെ പിടിച്ച് കൊണ്ടുവന്നിട്ട് മെരുക്കി എടുത്തിട്ട് അതിനെ കൂട്ടിൽ നിന്ന് പുറത്തിറക്കണത്, അങ്ങനത്തെ വീഡിയോസുകൾ അങ്ങനെ കാണാം. പിന്നെ തായ്ലാൻഡ് എലിഫന്റ് ക്യാമ്പെന്നൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടേതായ രീതി പരിപാലനങ്ങൾ കാര്യങ്ങൾ എങ്ങനെയാണെന്നും അവരുടെ ആയുധങ്ങൾ എങ്ങനെയാണെന്നും, അതുമാതിരി തന്നെ ബീഹാർ, മറ്റേ അരുണാചൽ, ആസാം, ഇവിടെയൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ ഈ ആനകളുടെയൊക്കെ വീഡിയോസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആസാമിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആനകൾ, നിങ്ങൾ പറയണില്ലേ ഇവിടെ ഭയങ്കര പീഡനാണെന്ന്. ഇവിടെ ഒരു പീഡനമില്ല ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ആസാമിലേക്ക് ആനകളെ തടി വലിക്കുന്നതും പിന്നെ ആസാം എലിഫന്റ് ട്രെയിനിങ് ക്യാമ്പെന്ന് അടിച്ചു കൊടുക്കുക യൂട്യൂബിൽ. എന്നിട്ട് അതിനകത്ത് വരുന്ന വീഡിയോസുകൾ നിങ്ങൾ കാണുക. ഓരോ ആനയെ നമ്മളിവിടെ ഉള്ള കേരളം, കർണാടക, തമിഴ്നാട് നമ്മൾ ഭക്ഷണം കൊടുത്തിട്ടാണ് ആനകളെ നമ്മൾ ഭാഷ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവരെ മെരുക്കി എടുക്കുന്നത്. അവിടെയൊക്കെ മൃഗീയമായ പീഡനങ്ങളാണ്. അങ്കൂസ് എന്ന് പറഞ്ഞൊരു ആയുധമുണ്ട്. അങ്കൂസ് അതായത് ഇങ്ങനെ വലിയൊരു ഇത്രയുള്ള ഒരു വടി, ആ വടിയുമ്പോൾ ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ മോന പോലെ ഇരിക്കുന്ന ഒരു സാധനം. ഈ സാധനം തിരിച്ചു പിടിച്ചിട്ട് തലയ്ക്ക് അടിയാ.
പിന്നെ മറ്റേ ഇതിന്റെ ഈ സാധനം വെച്ചിട്ട് ഇതിങ്ങനെ കൊത്തും അവർ അതിന്റെ മുഖത്ത്. ഓരോ പ്രാവശ്യം കൊത്തുമ്പോഴും ചോര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുമാതിരി തന്നെ അവരുടെ നീളമുള്ള വലിയ കുന്തമുണ്ട്. ആ കുന്തത്തിന്റെ അറ്റം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളിവിടെ കുന്തകോല് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂരെന്ന് പറഞ്ഞാൽ ഏറ്റവും നീട്ടമുള്ളത് ഇത്രയാണ്. അതും നമുക്കിപ്പോൾ അത് അംഗീകാരമില്ല, കാരണം അതിപ്പോ ഫോറസ്റ്റ് നിരോധിച്ചിട്ടുള്ളതാണ്. ഇത്ര ഉള്ള ഒരു സാധനം അതുമാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. അവരുടെ കയ്യിൽ ഇരിക്കുന്നത് ഇത്രയുള്ള കത്തിയാ. ഓരോ ഇടിയാട് കൊടുത്ത ആ ഭാഗത്തേക്ക് തുളഞ്ഞു കയറി പോണ സാധനങ്ങളൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഏറ്റവും നല്ല രീതിയിൽ ആനകളെ കഴുകി വൃത്തിയാക്കി കൊണ്ടു നടക്കുന്നത് കേരളത്തിലാണ്. നല്ല നല്ല ഫുഡുകൾ കൊടുക്കുന്നത് കേരളത്തിലാണ്. ഭംഗിയിൽ ആനകളെ കൊണ്ട് നടക്കുന്നത് കേരളത്തിലാണ്. നിലത്ത് നിന്ന് ആനേനെ കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലാണ്. ഇവിടെ ഈ കേരളത്തിൽ ഏറ്റവും ബീഹാറിലൊക്കെ 8ഉം 10ഉം ആൾക്കാരെ കൊന്ന ആനകളെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് കൊണ്ടു നടന്ന് പുഷ്പം പോലെ പരിപാടി എടുത്തുള്ള ആനക്കാരുള്ള നാടാണ് നമ്മുടെ കേരളം. കാട്ടിലോട്ട് ഓടിച്ചിട്ടിട്ട് ആനകളെ മയക്കുവെടി പോലും ഇല്ലാത്ത കാലത്ത് വാരിക്കുഴി കുത്തി അതിൽ വീണ ആനേനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുങ്കി ആനകളുടെ സഹായത്തോടെ കൂട്ടിക്കയറ്റി മെരുക്കിയെടുത്ത് അതിനെ കൊണ്ടുവന്ന് പണി പഠിപ്പിച്ചുള്ള നാടാണ് നമ്മുടെ. ഇതൊന്നും പെട്ടെന്നൊരു ദിവസം ഉണ്ടായ കാര്യങ്ങളല്ല. ഇതൊക്കെ മനുഷ്യന്മാർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ആനകളെ കുറിച്ചിട്ട് നിങ്ങൾ കൂടുതൽ അറിയുക. അല്ലാതെ വെറുതെ ഒരാളുടെ ഇന്റർവ്യൂ വന്നിരുന്നിട്ട് അല്ലെങ്കിൽ ഒരാളുടെ ഇത് കുറേ ആനയെ കുറിച്ചിട്ട് കുറേ ആന അങ്ങനെയാണ് കുറേ ഇങ്ങനെയാണ്, പിന്നെ കുറേ ഉടക്ക് കുറേ മറക്കൽ കുറേ BGM, അപ്പോൾ ഒരാൾ വന്ന് ഒരു തെറി പറയും. ഇതിൻ്റെ അടിയിൽ ഒന്നും അറിയാൻ പാടിട്ട് കുറേ ആൾക്കാർ വന്ന് തെറി പറയും. ഇങ്ങനെയൊന്നും അല്ലാതെ ആനകൾ എന്ത്, നമ്മൾ ഇതിനെ ഒരു സാധനത്തിനെ സ്നേഹിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം. അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ആനയുടെ പിന്നാലെ നടക്കൊന്നും വേണ്ട. ഒരാനക്കാരനെ അല്ലെങ്കിൽ ഒരു പൂരപ്പറമ്പിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആരാണെങ്കിലും ഒരു 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 മണിക്കൂർ നിങ്ങൾ ആനേനെ ശരിക്കും സൂക്ഷിച്ച് നോക്കി നിന്ന് ആനക്കാരൻ്റെ ആനയുടെ മൂവ്മെന്റുകൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ രണ്ട് മുഖത്തും ഒരേ ടെൻഷനാണ് പൂരപ്പറമ്പിൽ. ആനയുടെ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ടെൻഷൻ ആനയ്ക്കും, ഇത് എന്തെങ്കിലും ഒന്ന് വട്ടം തിരിഞ്ഞ് എന്തെങ്കിലും ആവുമോ എന്നുള്ള ടെൻഷനും വെച്ചിട്ട് ആനക്കാരനും. അങ്ങനെ രണ്ട് ടെൻഷനിൽ ഉരുകി നിൽക്കുന്ന ആൾക്കാരാണ് ആനക്കാർ. ഇത്രയും ജനങ്ങളുടെ ഇടയിലേക്ക് സദസ്സിലേക്ക് കയറി വന്ന ഒരു ആനേനെ കൊമ്പ് പിടിച്ച് കയറി നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ആന നമ്മളെ കളഞ്ഞ് അടുത്ത ആൾക്കാരെ ഉപദ്രവിക്കാൻ പോകുമ്പോൾ അവരെ ഒന്നും ചെയ്യരുത്, എൻ്റെ ജീവൻ പോയാലും അവർ രക്ഷപ്പെടണം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളിൽ ആനക്കാരാണ്. പിന്നെ പട്ടാളക്കാർ, പിന്നെ ഡ്രൈവർമാർ. നമ്മൾ മരിച്ചാലും വേണ്ടിയില്ല മറ്റുള്ളവരെ രക്ഷിക്കണമെന്ന് അങ്ങനെ ചിന്തിക്കുന്ന ഈ ഇത്രയും തൊഴിലുകാർ എൻ്റെ അറിവിലേ ഉള്ളൂ. ബാക്കി എനിക്ക് അറിയില്ല. എല്ലാ മേഖലയിലും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കുറേ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നമ്മൾ ഒരു സദസ്സിലേക്ക് 10, 15, 20 ആനകളുള്ള സ്ഥലത്തിലേക്ക് കയറി ചെന്ന് നിന്ന് കഴിയുമ്പോൾ പരമാവധി ആനകളുടെ അടുത്തുനിന്ന് ഒരു 10, 20 മീറ്റർ അല്ലെങ്കിൽ ഒരു 10 മീറ്റർ മാറി നിങ്ങൾ നിന്നോ, എന്നിട്ടാലും ആനേനെ കാണാമല്ലോ. പിന്നെ കുട്ടികളെ അവരവരെയൊക്കെ കൊണ്ട് ആനകളുടെ ഫ്രണ്ടിൽ പോയി നിൽക്കുമ്പോൾ നോക്കിക്കൊണ്ട് നിൽക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ടിരുന്നു. അപ്പം എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാർക്ക് ഞാൻ ഈ പറഞ്ഞ ലിങ്കുകളൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്തൊക്കെ ഇട്ടു. നിങ്ങൾ ഈ അവിടെയുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ആനകളെ കൈകാര്യം ചെയ്യുന്ന രീതികളൊക്കെ ഒന്ന് നോക്കി നോക്കൂ. ഒരു 10 വീഡിയോ നിങ്ങളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ മനസ്സിലാവും. അപ്പം നിങ്ങൾ പറയും ഇവിടെ എന്ത് പീഡനങ്ങൾ മൊത്തം അവിടെയാണ്. അതുമാതിരി തന്നെ ലോറിയിൽ ആരെയെ വണ്ടി കയറ്റി കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ക്യാബിൻ്റെ മുകളിലാണ് ഞാൻ കൂടുതൽ ഇരിക്കാറ്. ക്യാബിൻ്റെ മുകളിൽ അല്ലെങ്കിൽ സൈഡിൽ. അപ്പം നമ്മൾ അവരുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ സുഖമായിട്ട് ബെഡുണ്ട്, ഫാനുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം കിടന്നുറങ്ങുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ ആനയുടെ ബാക്കിൽ ആനയുടെ അടുത്തുണ്ടാവും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ലോറിയിലൊക്കെ പോകുമ്പോൾ ഈ വണ്ടികളുടെ ഹോണടി കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ വരുമ്പോൾ അവർക്ക് സ്റ്റേഷനും പേടിയൊക്കെ വരും. അപ്പം നമ്മൾ അവരുടെ കൂടെ ഇരിക്കുമ്പോൾ അവർക്കൊരു പ്രത്യേക ധൈര്യം ഉണ്ടാവും. അതായത് ഇപ്പം നമുക്ക് നമ്മുടെ കൂടെ ഒരാളുണ്ട്, നല്ല സ്ട്രോങ് ആയിട്ടൊരാൾ. എന്ത് കാര്യത്തിനും വന്നു കഴിഞ്ഞാലും ഒപ്പത്തിനൊപ്പം കൂടെ ഉണ്ട്, ഞാൻ ഉണ്ടോ നിൻ്റെ കൂടെ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഉണ്ടാവണ ഒരു ബലില്ലേ, അത് നമ്മൾ ആനകൾക്ക് കൊടുക്കണം. അതുമാതിരി തന്നെ ഇപ്പം നമ്മുടെ നന്ദപ്പൻ അങ്ങനെ ഒരു ഇതുണ്ട്. എഴുന്നള്ളിട്ട് സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ ഇപ്പം കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ ഓരോ വീട്ടിൽ നിന്ന് ചേച്ചി അല്ലെങ്കിൽ ചേട്ടാ ഒരു വാഴപ്പെട്ടി വെട്ടിക്കോട്ടെ, ആനിക്കോട്ടെ, അതിനെന്താ മക്കളെ നിങ്ങൾ വെട്ടിക്കുക. ഒരു വാഴ വെട്ടി നടക്കണ വഴിക്ക് ഒരു കഷ്ണം വെട്ടി ആളുടെ കയ്യിൽ കൊടുത്തു. അപ്പം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പരിപാടി എഴുന്നള്ളിച്ച് തിരിച്ച് കറങ്ങി ഇങ്ങനെ വരുമ്പോഴത്തേക്കും എങ്ങനെ പോയാലും 10, 25, 30 വാഴപ്പള്ളി ഓരോ വീട്ടിൽ നിന്നായിട്ട് ചോദിച്ചു കൊടുത്തു. ആനയുടെ വയറെപ്പോഴും നിറഞ്ഞു നിൽക്കും.
പിന്നെ പ്രത്യേകിച്ച് വന്നു കഴിഞ്ഞാൽ ആനയ്ക്ക് പിന്നെ അപ്പോൾ കിടന്നുറങ്ങിയാൽ മതി. അപ്പം ഞാനിതെല്ലാം ശ്രദ്ധിക്കുകയാണ്. ഒരു നേരം പോലും അതുമാതിരി തന്നെ ലോറിയിൽ കയറ്റി കഴിഞ്ഞാൽ ലോറിയിൽ ആവശ്യമായ തീറ്റ, അതുമാതിരി തന്നെ നമ്മൾ ഫ്രണ്ടിൽ ലോറിയുടെ മുകളിൽ കയറി ഇരുന്നിട്ട് ഒരു വടി കൈ പിടിച്ചിരുന്നിട്ട് ഈ കട്ട് റോട്ടിക്കടെയൊക്കെ പോകുമ്പോൾ ഈ കമ്പികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം വണ്ടി ഒത്തിരി സ്പീഡിൽ പോകുമ്പോൾ നമ്മളൊന്നുമില്ല, ഈ കേബിളും അങ്ങനെ ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഈ ആനയുടെ മുകളിലേക്ക് കേബിൾ പൊന്തിയിട്ട് ആനയുടെ ബാഗിലേക്ക് പോകും. ഇങ്ങനെ ക്രോസ് വന്നതൊക്കെ ഒരു തട്ട് ഇങ്ങനെ തട്ടണ്ട, അങ്ങനെ വെറുതെ ഒരു വടി വെച്ച് കൊടുത്താൽ മതി. അതങ്ങനെ പോയി കഴിയുമ്പോൾ ആനയുടെ മേത്ത് കൊള്ളാണ്ട്. അതുപോലെ തന്നെ വണ്ടി റോട്ടിൽ കൂടെ പോണ സമയത്ത് മറ്റുള്ള മരങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ ഇരുന്ന് ഡ്രൈവർക്ക് അവിടെ അടിച്ചൊരു സിഗ്നൽ കൊടുക്കും. അപ്പം ഒഴിവുള്ള ഭാഗത്തേക്ക് മാറ്റിയെടുത്ത് പോകും. അല്ലെങ്കിൽ ഇങ്ങനെ തട്ടുമ്പോൾ പെട്ടെന്ന് വണ്ടി സ്ലോ ആക്കി പോകും. ഇങ്ങനെയൊക്കെ ചെയ്യണതൊക്കെ ആനകൾക്ക് നമ്മളോട് വിശ്വാസം കൂടും. അതുപോലെ തന്നെ തല കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആനേനെ പരമാവധി ആനേനെ ഉറക്കണം. അതായത് തല കഴുകുന്ന ആളുടെ ഒരു കഴുക്കനുസരിച്ചായിരിക്കും ആന ഉറങ്ങുന്നത്. അപ്പം നമ്മളതൊക്കെ ഒരുപാട് കാര്യങ്ങൾ അത് ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ ഇവർ നമ്മളെ തിരിച്ചും നമ്മളോട് ഭയങ്കര സ്നേഹം. അപ്പം ഇപ്പം ഈ പാറുണ്ട്, ആരെങ്കിലും വന്ന് ഒച്ചയിലൊക്കെ നമ്മളോട് സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങനെ ഭയങ്കര ഷൗട്ടായി അല്ലെങ്കിൽ ഭയങ്കര റേസായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെല്ലെ ആന ഇങ്ങനെ നിൽക്കണ ആന മുഖം കൊണ്ട് ഇങ്ങനെ വന്നിട്ട് നമ്മളിങ്ങനെ മാറ്റി അപ്പുറം സൈഡിലേക്ക് നിർത്തും. നന്ദപ്പൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യുമ്പോ പിടിച്ച് വലിച്ച് നേരെ തടക്കത കയറ്റി വിട്ടു, നീ ഇവിടെ നിന്നോ. എന്നാലും വെടിക്കെട്ടൊക്കെ കാണുകയാണെങ്കിൽ ഉയ്യോ. അപ്പം നമ്മൾ ഫ്രണ്ടിൽ കയറി നിന്നു, ആനയുടെ ഫ്രണ്ടിലായിട്ട് കയറി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ വെടിക്കെട്ട് പൊട്ട് കാണുമ്പോൾ നമ്മൾ ആനയുടെ നേരെ ഫ്രണ്ടിൽ കയറി നിൽക്കുമ്പോൾ പിന്നെ അപ്പം ആനയ്ക്ക് എൻ്റെ പാപ്പ അല്ലെങ്കിൽ എന്നെ പരിപാലിക്കുന്ന ആൾ ഫ്രണ്ടിലുണ്ട്, നമ്മൾ മുന്നിലുണ്ടെന്നുള്ള ഒരു ധൈര്യമാണ് ഒരു ആനേനെ നല്ല വഴിക്ക് വരാനായിട്ട് ഏറ്റവും വലിയ മരുന്ന്. നമ്മൾ മുന്നിലുണ്ട്, നമ്മൾ പിന്നിൽ പോയി നിന്നിട്ട് ആനേനെ ഓരോന്ന് ചെയ്യരുത്. നമ്മൾ ഡയറക്റ്റ് ഫേസ് ടു ഫേസ് കൊമ്പത്ത് പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചാലും കൊമ്പത്ത് തന്നെ പിടിക്കും. എന്താടാ നിനക്കൊന്ന് ചോദിച്ച് നമ്മൾ നിൽക്കാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ തൊഴിൽ കൊണ്ടു നടക്കാൻ പറ്റൂ. ആന പല രീതിക്കും ആനകൾ നമ്മളെ പേടിപ്പിക്കും, വയസ്സായ ആനകൾ പ്രത്യേകിച്ചു. നന്ദപ്പനൊക്കെ എന്നെ ഇങ്ങനെയൊക്കെ നോക്കി നിൽക്കും ചില സമയത്ത്. നമ്മൾ വിചാരിക്കും ഇങ്ങനെ നോക്കി ഇതിപ്പോൾ കുത്തുമെന്ന് വിചാരിക്കും. ആള് നമ്മളെ പേടിപ്പിച്ച് നോക്കണം, നമ്മളെ അളക്കും. അങ്ങനെ ആദ്യം നമ്മളെ മനുഷ്യന്മാരുടെ കഥ പറഞ്ഞു, ആദ്യം നമ്മളവർ പുച്ഛിക്കും, അത് കഴിഞ്ഞ് അവർ നമ്മളെ കളിയാക്കും, അത് കഴിഞ്ഞ് കുറ്റപ്പെടുത്തും, അത് കഴിഞ്ഞ് അപ്പം ആനകളെ വിശ്വാസമാണ് പ്രധാനം, നല്ല പരിപാലനം. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വഴിയെ എനിക്കറിയാവുന്ന മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടും നമുക്ക് ഇനി പാദരോഗത്തിനെ കുറിച്ചിട്ട് നമുക്കൊരു വീഡിയോ നമുക്ക് ചെയ്യാം. പിന്നെ വൈലാശ്ശേരി അർജുനാൻ്റെ വീഡിയോ ചെയ്യാനുണ്ട്, മനുസ്വാമിയുടെ ആദിനാരായണൻ ചെയ്യാനുണ്ട്, KR ശിവപ്രസാദ് ചെയ്യാനുണ്ട്, മംഗലാംകുന്ന് മറ്റേ ശരണയ്യപ്പനാന മംഗലാംകുന്നിൽ അഴിച്ച വീഡിയോ ചെയ്യാനുണ്ട്. പിന്നെ നമ്മുടെ പാറു എൻ്റെ ജീവിതത്തിലെ വലിയൊരു ടേണിങ് പോയിന്റ്. പിന്നെ നന്ദപ്പൻ ഓൾറെഡി നിങ്ങൾ പിന്നെ കണ്ടുകൊണ്ടിരിക്കുവാണല്ലോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം എന്തായാലും ആനകളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള കുറേ ആൾക്കാരുകളുണ്ട്, വിദേശത്തുള്ള ആൾക്കാരുകൾ. അവർ ഇങ്ങനെ മെസ്സേജ് അയച്ച് പറയും, ചേട്ടാ ഞങ്ങളിങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ചേട്ടൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ചേട്ടൻ സംസാരിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. കുറച്ച് നേരം ഞങ്ങൾക്ക് മനസ്സിനൊക്കെ ഒരു സമാധാനവും അല്ലെങ്കിൽ ഞങ്ങൾ ഒരു ആനയുടെ കൂടെ പോയ ഒരു ഫീല് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നാട്ടിലേക്ക് വരുമ്പോൾ ചേട്ടനെ കാണാൻ വരും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജുകൾ വീഡിയോസുകളൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം ആൾക്കാർക്കുണ്ട് എന്നൊക്കെ അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്താണോ, മാന്യമായിട്ടുള്ള കാര്യങ്ങളാണോ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, ഏതാൾ ചോദിച്ചാലും അതിന് വ്യക്തമായ ഉത്തരം കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തും. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക, അതിനകത്ത് എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഉണ്ട്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പം എന്തായാലും എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി. ഏകദേശം വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ രാത്രി 10:30 നാളെ രാവിലെ ആനയുടെ അടുത്ത് പോകണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പുറകെ നമുക്ക് കാണാം. അപ്പം എല്ലാവർക്കും ബൈ ടാറ്റാ.